അമേരിക്കയിൽ കലിയടങ്ങാതെ തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ. അതിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള CNN റിപ്പോർട്ടിൽ ജാഗ്രതയിലാണ് അമേരിക്ക. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ്വെസ്റ്റ്, ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യുക. വെള്ളപ്പൊക്കം വരുത്തിവെക്കാൻ പോന്ന വൻ ദുരന്തമായിരിക്കാമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കാമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസിയുടെ മുന്നറിയിപ്പ്. പക്ഷെ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി തയ്യാറല്ല. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ പറയുന്നു. അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും ഉൾപ്പെടുന്നു. കൊടുങ്കാറ്റ് മിഡ്വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. പല പ്രദേശങ്ങളും ഇതിനകം തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുമുണ്ട്. അതിനാൽ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയകേന്ദ്രങ്ങളും വോളണ്ടിയർമാരും സജ്ജരാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുകയാണ്. കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥാ പ്രക്ഷോഭത്തെ തന്നെയായിരിക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അമേരിക്കയെ സാധാരണയായി വലയ്ക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അത് മാർച്ച് 3 തന്നെ തീരം തൊടുകയും 100-ലധികം കുടുംബങ്ങളെ ഇതിനോടകം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 54 പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം കാണിക്കുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവാണ്. ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെ, വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകൾ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള ഒരു പേടി സ്വപ്നമാണ്. 2024 ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സജീവമായ ഒന്നായിരുന്നു. നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് പതിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. 2025 ചുഴലിക്കാറ്റ് സീസണിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും വ്യത്യസ്തമായിരിക്കില്ല എന്നത് തന്നെയാണ്. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്നത് കൂടുതൽ വിപത്തുകളാണ്. അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതീ, ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത തയ്യാറെടുപ്പിലും പ്രതിരോധ ശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, അടിയന്തര പ്രതികരണ ആസൂത്രണം, അടിസ്ഥാന സൗകര്യ പ്രതിരോധ ശേഷി എന്നിവയൊക്കെ പെടുന്നു.